പ്രിയ സഹോദരങ്ങളെ, ജീവൻ്റെ കവാടം എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളേവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ജീവൻ്റെ കവാടം എന്ന ഈ പ്രോഗ്രാമിൽ നാം പ്രധാനമായും നിത്യ സത്യങ്ങളെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. നമുക്കറിയാം, മനുഷ്യൻ്റെ അന്ത്യങ്ങൾ മരണം, വിധി, സ്വർഗം അഥവാ നരകം, ഇങ്ങനെ 4 അന്ത്യങ്ങളാണ് മനുഷ്യനുള്ളത് എന്ന് നമുക്ക് പരമ്പരാഗതമായി അറിയാവുന്ന വസ്തുതയാണ്. ഇവയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് സ്വകാര്യ വെളിപാടുകൾ, ഈശോ മിശിഹായിലൂടെ കിട്ടിയ യഥാർത്ഥ വെളിപാട് ലിഖിത രൂപത്തിൽ നമുക്ക് വിശുദ്ധ ബൈബിളിലുണ്ട്. എല്ലാ വെളിപാടുകളെയും വിശദീകരിക്കാനുള്ള, അവയുടെ ആധികാരികത പരിശോധിച്ചറിയാനുള്ള യഥാർത്ഥ വെളിപാട് സത്യത്തിൽ ഈശോ മിശിഹായിലൂടെ കിട്ടിയ വെളിപാട് തന്നെ. എന്നാൽ നമുക്കറിയാം, ചില വിശുദ്ധാത്മാക്കൾക്ക് ദൈവം പ്രത്യേക തരത്തിലുള്ള ദർശനങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ ദർശനങ്ങളിൽ പലതും തിരുസഭ അംഗീകരിച്ചിട്ടുള്ളതും. എന്ന് പറഞ്ഞാൽ, നിത്യസത്യങ്ങളെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ ഈ ദർശനങ്ങളിലെ ചില കാര്യങ്ങൾ ഉപയുക്തമാകും എന്ന് സഭ കണ്ടെത്തിയിട്ടുമുണ്ട്. അത്തരത്തിലുള്ള ചില ദർശനങ്ങളെ ആധാരമാക്കി നമ്മൾ നിത്യസത്യങ്ങളെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ശുദ്ധീകരണ സ്ഥലത്തെ അപ്രകാരം മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഈ ക്ലാസ്സിൽ നാം നരകം എന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നരകമുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല. കാരണം നമ്മൾ ഈ ഭൂമിയിൽ തന്നെ പറയുന്നൊരു സംഗതിയാണ്, ആ വീടൊരു നരകമാണ്, അവൻ്റെ കൂടെയുള്ള ജീവിതം ഒരു നരകമാണ് എന്നൊക്കെ നമ്മൾ സാധാരണ ഭാഷയിൽ തന്നെ പറയുന്നു. എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അവിടെ ഒരു സമാധാനമില്ല, അവിടെ ദൈവികമായ യാതൊന്നിനും പ്രസക്തിയില്ല, ഒരു നന്മയ്ക്കും ഒരു പുണ്യത്തിനും വിലയില്ല. അതൊക്കെയാണ് നരകം എന്ന് പറയുമ്പോൾ സാമാന്യേന ഉദ്ദേശിക്കുന്നത്. ഇത് നരകമുണ്ട് എന്ന സത്യത്തെ വിശുദ്ധ ഗ്രന്ഥത്തിൽ വിശ്വസിക്കുന്ന ആരും നിഷേധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം നരകമുണ്ട് എന്നുള്ളത് വിശുദ്ധ ഗ്രന്ഥം അസന്നിഗ്ധമായി, പഴയ നിയമവും പുതിയ നിയമവും ഈശോയുടെ തിരുവചനങ്ങളും അപ്പസ്തോല പ്രബോധനങ്ങളും എല്ലാം ഒരുപോലെ അംഗീകരിക്കുന്നതായതുകൊണ്ട് ആർക്കും അതിനെക്കുറിച്ച് സംശയമുണ്ടാവില്ല. നരകത്തെക്കുറിച്ച് തിരുസഭ നൽകുന്ന ചില പ്രബോധനങ്ങളെ നമുക്കറിയാം. നരകം നിത്യമാണ് എന്നുള്ളതാണ് ആ പ്രബോധനത്തിൻ്റെ അടിസ്ഥാനം. ഈ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാൻ, ഈ വിശ്വാസ സത്യത്തെ ഗ്രഹിക്കാൻ സഹായകമായ ചില ദർശനങ്ങളെ ഞാൻ ആദ്യം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. അതിനുശേഷം അതിൻ്റെ വിശദീകരണങ്ങൾ സഭാത്മകമായി പഠിക്കാൻ നമുക്ക് ശ്രമിക്കാം. ഒന്നാമത്, നരകത്തെക്കുറിച്ചുള്ള ഏറ്റവും സുന്ദരമായ, നരകത്തെക്കുറിച്ചുള്ളതൊന്നും സുന്ദരമല്ല, നരകത്തെക്കുറിച്ചുള്ള ഏറ്റവും തീക്ഷ്ണമായ ഒരു ദർശനം വിശുദ്ധ അമ്മ ത്രേസ്യ പുണ്യവതിക്കാണ്. ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യ പുണ്യവതി പറയും. അമ്മ ത്രേസ്യ പുണ്യവതിക്ക് നരകത്തെക്കുറിച്ചുണ്ടായ ദർശനം ഇപ്രകാരമാണ്: ആത്മാക്കൾ ചെന്ന് കയറുന്ന ഈ നരക കവാടം ശരിക്കും ഒരു തീച്ചൂളയാണ്. ചുട്ടുപഴുത്ത ലോഹ ഉരുകുന്ന ചൂടിലുള്ള ഒരു ചൂളയാണ് നരകത്തിൻ്റെ കവാടം. പക്ഷേ ദർശനത്തിൽ അമ്മ ത്രേസ്യ പറയുകയാണ്, ഈ നരകം കടന്ന് അകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ അകത്ത് തീയല്ല. അമ്മ ത്രേസ്യ പുണ്യവതി പറയുന്ന അവിടെ മുഴുവനും ഏറ്റവും മലീമസമായ ഒരു തറ, പുഴുക്കളും കീടങ്ങളും കൃമികളും മിറിച്ച് നടക്കുന്ന വളരെ ഹീനമായ ഒരു സ്ഥലം. നമുക്കറിയാം, ഇതൊരു വലിയ ഭീകരമാണോ എന്ന് ചോദിച്ചാൽ ഇത് ബൈബിളിലെ ഒരു സങ്കല്പം തന്നെയുണ്ട്. അവിടെ നരകത്തെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? അവിടെ പുഴുക്കൾ ചാകിയേല, തീ കെടിയേല എന്നുള്ളൊരു വിശുദ്ധ ഗ്രന്ഥ വചനമുണ്ട്. അതായത് ജെറുസലേമിലെ ഒരു താഴ്വര, ജെറുസലേമിലെ വേസ്റ്റ് കൊണ്ടുപോയി ഇടുന്ന ഒരു താഴ്വരയുണ്ട്. ഈ താഴ്വരയെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ടാണ്
ഇപ്രകാരം എഴുതപ്പെടുന്നത് എന്ന് നമുക്കറിയാം. ബെൻ ഹിന്നോം താഴ്വരയുടെ സങ്കല്പത്തിൽ എഴുതപ്പെടുന്നു. എന്താണ് ഈ താഴ്വര എന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ ജൈവ വേസ്റ്റ് ഇടുന്നിടത്ത് എപ്പോഴും പുഴുക്കളും കൃമികളും കീടങ്ങളും, അതേസമയം തീ കത്തിക്കാവുന്ന വേസ്റ്റുകളുണ്ട്. കടലാസുകൾ, ഉണക്ക ചുള്ളികൾ, കമ്പുകൾ, ഇതൊക്കെ തീയിൽ കത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ താഴ്വര യഹൂദൻ്റെ മനസ്സിലെ സങ്കല്പിക്കാവുന്നതിലെ ഏറ്റവും മോശവും മ്ലേച്ഛവുമായ സ്ഥലമാണ്. അതുകൊണ്ട് അവർ നരകത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഈ താഴ്വരയാണ് നരകം. നരകത്തെക്കുറിച്ച് പറയാൻ അവർ ഉപയോഗിച്ച ഇമേജറി അതാണ്. അതുകൊണ്ടാണ് അവിടെ പുഴു ചാകിയേല, തീ കെടിയേല എന്നൊക്കെ പറയുന്നതിൻ്റെ പിന്നിൽ യഹൂദൻ നിത്യവും കാണുന്ന ഒരു ഹീനമായ സ്ഥലത്തിൻ്റെ ചിത്രം മനസ്സിൽ വെച്ചുകൊണ്ട് അവരെഴുതി എന്ന് നമുക്ക് നിരൂപിക്കാം. സമാനമായൊരു വിവരണമാണ് അമത്രേസ്യ പുണ്യവതിയുടെ ഈ ദർശനത്തിലും നമ്മൾ കാണുക. ഒരു വശത്ത് തീ, മറുവശത്ത് വളരെ മ്ലേച്ഛമായ മലിനമായ സ്ഥലം. ഈ അർത്ഥത്തിൽ ചിന്തിച്ചാൽ അമത്രേസ്യ പറഞ്ഞതിൽ ഈ ദർശനം വായിച്ചപ്പോൾ എനിക്ക് തോന്നി നമ്മുടെ പല മുനിസിപ്പാലിറ്റികളെയും ഇതുപോലെ നരകം എന്ന് വിശേഷിപ്പിക്കും. കാരണം വൃത്തിഹീനമായ ഓടകളും നഗരം മുഴുവനും ഒരു വേസ്റ്റ് ലാൻഡാക്കി മാറ്റുന്ന നമ്മുടെ ഹീനമായ ഒരു സംസ്കാരമുണ്ട്. അതൊരു നരക തുല്യമായ അനുഭവം എന്ന് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം എന്ന് ഞാൻ ആനുഷംഗികമായി പറഞ്ഞു എന്നേ ഉള്ളൂ. അമത്രേസ്യ പുണ്യവതി വീണ്ടും പറയുന്നു, ഈ നരകത്തിൽപ്പെട്ടവർക്ക് ഇരിക്കാനോ കിടക്കാനോ പറ്റാത്ത വിധത്തിൽ അവർ ബന്ധിക്കപ്പെട്ടിരിക്കും. ഇരിക്കാനോ കിടക്കാനോ പറ്റിയല്ല എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് എന്തൊരു കഠോരമായ പീഡനം. അപ്രകാരം അവരെ ബന്ധിച്ചിട്ടിരിക്കുകയാണ്. അത് നിത്യതയോളം ഉള്ള ബന്ധനം, അതായത് അനന്തമായ സഹനം. അതാണ് അമത്രേസ്യ പറയുന്ന നാലാമത്തെ കാര്യം. അനന്തമായി സഹിച്ചുകൊണ്ടിരിക്കും. അവർക്ക് സഹനത്തിന് അറുതിയിൽ. വേറെ ഏത് സഹനത്തെയും കുറിച്ച് നമുക്ക് ചിന്തിക്കാവുന്നത് ആ വേദനയ്ക്ക് ഒരു അവസാനമുണ്ട്. ഇപ്പോൾ ഒരാളെ ഗവൺമെൻറ് തൂക്കിക്കൊല്ലുന്നു. ആ തൂക്കിക്കൊലപാതകം നമുക്കറിയാം. അതും സഭാത്മകമായി ചിന്തിക്കുമ്പോൾ നമ്മളുടെ വിശ്വാസമനുസരിച്ച് അത് ശരിയല്ല. ഒരാൾക്കും ആരുടെയും ജീവൻ എടുക്കാൻ അവകാശമില്ല, സർക്കാരിനും ഇല്ല എന്നുള്ളതാണ് സഭയുടെ നിലപാട്. എങ്കിലും രാജ്യത്തിൻ്റെ നിയമം അതായതുകൊണ്ട് നമ്മൾ അതിനെ ബഹുമാനിക്കണം. ഏതാണെങ്കിലും ഇങ്ങനെ ഒരു ക്യാപിറ്റൽ പണിഷ്മെൻറ്റ്, ഈ വധശിക്ഷ നൽകുന്ന സന്ദർഭം, അത് കഠോരമായ വേദനയാണ്. കഴുത്തിൽ കയർ മുറുക്കി ഒരു മനുഷ്യനെ മരണം വരെയും തൂക്കിലേറ്റും. പക്ഷേ അതും നമുക്കറിയാം അതിനൊരു അവസാനമുണ്ട്. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ജീവൻ പിരിയുന്നതിന് മുമ്പല്ലേ, ബോധം മറയുന്നതിന് മുമ്പ് ആ വേദന അവസാനിക്കുന്നു. എല്ലാ വേദനകൾക്കും അറുതിയുണ്ട് ഈ ഭൂമിയിൽ. അതേസമയം നരകത്തിലെ വേദന അവസാനിക്കാത്ത വേദന. വേദന സഹിക്കാൻ മേലാതെ വരുമ്പോഴാണ് മനുഷ്യൻ ദയാവധത്തെക്കുറിച്ചൊക്കെ ഇന്നിപ്പോൾ ചിന്തിച്ചു തുടങ്ങി. ആരുടെ വേദനയ്ക്കാണ് ദയാവധം അനുവദിക്കുന്നത് എന്ന് നമുക്കറിയത്തില്ല. രോഗിയുടെ വേദന സഹിക്കാൻ മേലാഞ്ഞിട്ടാണോ, രോഗിയെ ശുശ്രൂഷിക്കുന്നവരുടെ ബുദ്ധിമുട്ട് അവർക്ക് സഹിക്കാൻ മേലാഞ്ഞിട്ടാണോ മനുഷ്യൻ ദയാവധത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. എല്ലാവർക്കും വേദനയ്ക്ക് അറുതി വരുത്തണം എന്നാഗ്രഹമാണ്. പക്ഷേ അറുതി വരാത്തൊരു വേദനയുടെ ലോകത്തെക്കുറിച്ച് ചിന്തിക്കാമെങ്കിൽ അതാണ് നരകം എന്നാണ് അമത്രേസ്യ പുണ്യവതി തൻ്റെ ദർശനത്തിൽ പറഞ്ഞു വയ്ക്കുന്ന അടിസ്ഥാനമായ സത്യം. വിശുദ്ധ പാദ്രെ പിയോയ്ക്ക് നമുക്കറിയാം ഈ കഴിഞ്ഞ നൂറ്റാണ്ടിലെ അല്ലെങ്കിൽ ഈ 21-ാം നൂറ്റാണ്ടിലും ഏറ്റവും പ്രിയപ്പെട്ട ഒരു പുണ്യവാളനാണ് വിശുദ്ധ പാദ്രെ പിയോ. ഈ ഫ്രാൻസിസ്കൻ സന്യാസിക്ക് നരകദർശനം ഉണ്ടായിട്ടുണ്ട്. ആ ദർശനത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അത് മറ്റു പല വിശുദ്ധരുടെയും ദർശനങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ കിടക്കുന്നില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞ ഒരാശയം വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. ഈ ദർശനത്തിൽ അദ്ദേഹത്തിന് കിട്ടുന്നൊരാശയം, അതായത് നരകത്തിലെത്തിക്കഴിയുമ്പോഴാണ് നരകമുണ്ട് എന്ന സത്യം മനുഷ്യന് മനസ്സിലാകുന്നത്. കാരണം നരകമുണ്ടോ ഇല്ലയോ എന്നുള്ള സംശയം ഒരാളുടെ മനസ്സിൽ കുടുങ്ങിയിട്ടുണ്ട്. നരകമില്ല എന്ന് ഉറപ്പിച്ച് ഒരാൾ ജീവിക്കുക എന്ന് വിചാരിച്ചു. വിശുദ്ധ പാദ്രെ പിയോ പറയുന്നു,
നിനക്ക് ഉറപ്പിക്കാം, നീ നരകത്തിൻ്റെ വഴിയിലാണ് ജീവിക്കുക. കാരണം നരകത്തിൻ്റെ വഴിയിൽ സുനിശ്ചിതമായി നടക്കുന്നവർ ഒരിക്കലും നരകമുണ്ട് എന്ന് ചിന്തിക്കുന്നില്ല എന്നാണ് വിശുദ്ധ പാദ്രെ പിയോ പറയുന്നത്. അതായത് അത് പിശാചിൻ്റെ ഒരു കബളിപ്പിക്കലാണ്. നാം നരകത്തിൻ്റെ വഴിയിലാണ് നാം നടന്നെത്തുന്നത്, നരകത്തിലേക്കാണ്. പക്ഷേ ഒരിക്കലും നമുക്കത് മനസ്സിലാകില്ല. നരകത്തിൽ എത്തിക്കഴിയുമ്പോഴേ നരകമുണ്ട് എന്ന് ചിന്തിക്കാൻ പറ്റുന്നുള്ളൂ എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ്. വീണ്ടും മൂന്നാമത്തെ ദർശനം നമുക്കറിയാം. നമ്മൾ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഈ വിശുദ്ധയുടെ ദർശനം അവിടെയും നമ്മൾ പഠിച്ചതാണ്. വിശുദ്ധ മരിയ ഫൗസ്തീന കോവൽസ്കി, പോളണ്ടുകാരിയായ ഈ സന്യാസിനിയുടെ ദർശനങ്ങൾ സഭയ്ക്ക് വളരെയേറെ ദിശാബോധം നൽകിയിട്ടുള്ള ദർശനങ്ങൾ. ഈ പുണ്യവതി നമുക്കറിയാം, കരുണയുടെ ഈശോയുടെ ഭക്തി ലോകത്ത് പ്രചരിപ്പിച്ച പുണ്യവതിയാണ് ഈ വിശുദ്ധ ഫൗസ്തീന. ഫൗസ്തീന പുണ്യവതിക്ക് കിട്ടിയ നരക ദർശനം അത് വളരെ വിചിത്രമായൊരു ദർശനം. ആദ്യം ദർശനം തുടങ്ങുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫൗസ്തീനായുടെ ദർശനങ്ങൾ വളരെ സുദീർഘങ്ങളാണ്. അത് മുഴുവനും നമുക്കിവിടെ പറയാൻ വിശദീകരിക്കാൻ സമയമില്ല. ഞാൻ അതിലെ ചില ആശയങ്ങൾ മാത്രമേ പറയുന്നു. ദർശനം തുടങ്ങുന്നത് 2 വഴികൾ പുറപ്പെടുകയാണ്. ഒരു വഴി പുഷ്പാലങ്കൃതമാണ്, സുഗന്ധമാണ്. അതിലെ മനുഷ്യർ ആടിയും പാടിയും തുള്ളിയും ചാടിയും ആനന്ദ തുന്തിലരായി മുന്നേറുമ്പോൾ മറുവഴി വളരെ ദുർഘടമാണ്. അവിടെ ചെളിയാണ്, നടക്കുമ്പോൾ തെന്നി വീഴാൻ സാധ്യതയുണ്ട്, കല്ലും മുള്ളുമുണ്ട്, കുത്തനെയുള്ള കയറ്റമാണ്, അതിലൂടെയുള്ള യാത്ര അങ്ങേയറ്റം ദുഷ്കരമാണ്. എന്നാൽ ഈ പുഷ്പാലങ്കൃതമായ സുഗന്ധപൂരിതമായ ആനന്ദതുന്തിലമായ അനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്ന ആദ്യത്തെ വഴി നടന്നങ്ങ് ചെല്ലുമ്പോൾ മനുഷ്യർ വഴി തീർന്ന് നരകത്തിൽ നിപതിക്കുന്നു എന്നാണ് അവർ കണ്ടെത്തി. വലിയൊരു അഗ്നി തടാകത്തിലേക്ക് മനുഷ്യൻ ചെന്ന് വീഴുകയാണ്. അവസാനത്തെ സ്റ്റെപ്പ് വെച്ച് അതിലേക്ക് പതിക്കുന്നത് വരെയും തങ്ങളുടെ മുമ്പിൽ അങ്ങനെ ഒരു കുഴിയാണുള്ളത് എന്ന് ഈ വഴിയെ വരുന്ന ഒരു മനുഷ്യനും അറിയുന്നില്ല എന്നുള്ളതാണ് വിശുദ്ധ ഫൗസ്തീന കണ്ട ദർശനങ്ങളുടെ ഒന്നാമത്തെ ആശയം. നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ പെട്ടെന്ന് വഴി തീർന്നു പോയി, അല്ലെങ്കിൽ ഒരു പാലത്തിൻ്റെ നടുക്കെത്തിയപ്പോൾ പാലത്തിൻ്റെ നടുവില്ല, വണ്ടി താഴോട്ട് പോയപ്പോഴാണ് നമ്മൾ അറിയുന്നത്, ദൈവമേ വഴി ഇവിടെ തീർന്നായിരുന്നല്ലോ. ആ ഒരു അനുഭവമാണ് നരക നിബന്ധനത്തിൻ്റെ അനുഭവം എന്ന് അവർ പറഞ്ഞു വയ്ക്കുന്നു. രണ്ടാമതായി ഇവർ പറയുന്നത്, ഈ വിശുദ്ധ ഫൗസ്തീന പുണ്യവതി പറയുന്നത്, ഈ നരകാനുഭവം എന്ന് പറയുന്നത് അതികഠോരമായ വേദനകൾ, ശ്വാസം മുട്ടിക്കുന്ന ദുർഗന്ധത്തിൻ്റെ അനുഭവമായിട്ട് അവർ നരകത്തെ അവതരിപ്പിക്കുന്നുണ്ട്. മനം മടിപ്പിക്കുന്നതും ശ്വാസം മുട്ടിക്കുന്നതുമായ ദുർഗന്ധാവസ്ഥയായിട്ട് നരകത്തെ അവർ അവതരിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈ നരകത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ദൈവമോ ദൈവ സാന്നിധ്യമോ ദൈവവരപ്രസാദത്തിൻ്റെ ലാഞ്ചനയോ ഇല്ല, അവിടെ പിശാചുക്കളേ ഉള്ളൂ. ഈ പിശാചുക്കളാകട്ടെ ഭീകരരൂപികളെ പോലെ കാണപ്പെടുന്നു. ദർശനത്തിൽ തന്നെ മനുഷ്യനെ കിടിലം കൊള്ളിക്കുന്ന ഭീകരരൂപികളായ പിശാചുക്കളാണ് നരകത്തിലുള്ളത് എന്നും ഈ നരക അധിപന്മാരായ പിശാചുക്കളുടെ ക്രൂരമർദ്ദനങ്ങൾക്ക് ആത്മാക്കൾ വിധേയമാകുന്നുവെന്നുമാണ്. അതുപോലെ തന്നെ ഇതിൽ പെട്ടുപോയ സകല മനുഷ്യരും ദൈവദൂഷണങ്ങളാണ് വിളിച്ചു പറയും. ദൈവദൂഷണം എന്ന് പറഞ്ഞാൽ അതികഠോരമായ ചീത്ത, തെറി എല്ലാം വിളിക്കും. ഇതാണ് വിശുദ്ധ ഫൗസ്തീനായിക്ക് കിട്ടിയ ദർശനം. ഫൗസ്തീന പുണ്യവതിയും ഈ പാദ്രെ പിയോ പറഞ്ഞ അതേ ആശയം ദർശനത്തിൽ പറയുന്നു. ആരാണ് നരകത്തിലെത്തുന്നത്? ഫൗസ്തീന മാലാഖയോട് ചോദിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം ഇതാണ്: നരകമില്ല എന്ന് പറഞ്ഞ് ആര് ജീവിക്കുന്നുവോ അവരാണ് നരകത്തിലെത്തുന്ന ഏറ്റവും ഉറപ്പുള്ള വ്യക്തി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നരകമില്ല എന്ന ധാരണയിൽ, തിന്മയ്ക്ക് തിരിച്ചടി ഉണ്ടാവില്ല എന്ന ധാരണയിൽ, ഏത് തെറ്റ് ചെയ്താലും കുഴപ്പമില്ല
എന്ന മട്ടിൽ ദൈവത്തെ പരീക്ഷിച്ച് ജീവിക്കുന്നവർ ജാഗ്രത പാലിക്കുക. നരകമുണ്ട് എന്നും നരകമില്ല എന്ന ധാരണയിൽ ജീവിക്കുന്നവരാണ് ഇവിടെ എത്താൻ സാധ്യതയുള്ള 1-ാം നമ്പർ ലിസ്റ്റിൽ പെട്ടവർ എന്നാണ് ഈ പുണ്യവാന്മാരുടെ ദർശനങ്ങൾ നമുക്ക് തരുന്ന ഉൾക്കാഴ്ച. മറ്റൊരു സുപ്രധാനമായ ദർശനം നരകത്തെക്കുറിച്ച് നമുക്കുള്ളത് കഴിഞ്ഞ നൂറ്റാണ്ടിലും ഈ നൂറ്റാണ്ടിലുമൊക്കെ ലോകത്തെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിയ ഫാത്തിമ രഹസ്യമുണ്ട്. പരിശുദ്ധ അമ്മ ഫാത്തിമയിൽ 3 കുഞ്ഞുങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ട് ചില വെളിപാടുകളും ദർശനങ്ങളും നൽകിയെന്നും ഫാത്തിമയിൽ അമ്മ പറഞ്ഞ വലിയ രഹസ്യങ്ങളെ കുറിച്ചുള്ള പല കിംവദന്തികളടക്കം നമുക്ക് ആധ്യാത്മിക ലോകത്ത് ഒരുപാട് പ്രചാരം നേടിയിട്ടുള്ളൂ. ഏതാണെങ്കിലും ഈ ഫാത്തിമ രഹസ്യത്തിൻ്റെ കഥാനായകൻ 3 കുഞ്ഞുങ്ങൾ 2 പേര് നേരത്തെ മരിച്ചുപോയി എന്ന് നമുക്കറിയാം. ചെറുപ്പത്തിലേ മരിച്ചു. ഫ്രാൻസിസ്കോയും ജസീന്തായും മരിച്ചുപോയി. പക്ഷേ ലൂസി സിസ്റ്ററായി എന്ന് നമുക്കറിയാം. ഒരു ഈശോയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച ഒരു സന്യാസിനിയായി മാറി. ഈ ഫാത്തിമയിലെ ലൂസി 1917 അമ്മ അവർക്ക് കൊടുത്ത ഒരു ദർശനത്തെക്കുറിച്ച് പിന്നീട് എഴുതുന്നു. ആ ഫാത്തിമ ദർശനത്തിൽ നരക ദർശനമുണ്ട്. നരകത്തെ അവർ കാണുന്നത് ഒരു വലിയ അഗ്നി തടാകമാണ്. നോക്കത്താത്ത ദൂരത്ത് അഗ്നി തിളച്ച് മറിഞ്ഞ് കിടക്കുന്നു എന്ന് പറഞ്ഞാൽ വലിയ ലോഹങ്ങൾ. അവർക്ക് മനസ്സിലായത് അവരുടെ കുഞ്ഞുങ്ങളുടെ ആ അറിവ് വെച്ച് അവർ വിലയിരുത്തുമ്പോൾ ഈ ചെമ്പ് പഴുത്ത് വെട്ടിത്തിളച്ച് കിടക്കുന്ന ഒരു തടാകം എന്നാണ് അവർക്ക് മനസ്സിലായത്. ആ ലോഹം ഉരുകി തിളയ്ക്കുന്ന അതിഭയാനകമായൊരു തടാകം. ആ തടാകത്തിലേക്ക് ആത്മാക്കൾ ഇങ്ങനെ മഞ്ഞുകാലത്ത് മരത്തിൻ്റെ ഇലകൾ പൊഴിഞ്ഞ്, കാറ്റത്തെ ഇലകൾ പൊഴിഞ്ഞ് അനേകായിരം ഇലകൾ ഒരു തോട്ടത്തിൽ ഒന്നിച്ച് പൊഴിഞ്ഞ് താഴോട്ട് വീഴുന്നത് പോലെ അനുനിമിഷം ആത്മാക്കൾ ഈ നരകത്തിൻ്റെ അഗ്നിത്തടാകത്തിലേക്ക് പതിക്കുന്നതായ ഒരു ദർശനമാണ് ഈ കുഞ്ഞുങ്ങൾക്ക് പരിശുദ്ധ അമ്മ നൽകിയത്. നരകത്തിൽ ആത്മാക്കൾ പതിക്കാനുള്ള സാധ്യത വളരെ അധികമാണ് എന്ന വസ്തുത. നരകം ഉണ്ടെന്ന് മാത്രമല്ല, ആ നരകത്തിലേക്ക് മനുഷ്യാത്മാക്കൾ വന്നു വീഴുന്നത് വളരെ അധികമായിട്ടുണ്ട് എന്നുമുള്ളൊരു ദർശനമാണ് ഫാത്തിമയിൽ ലഭിച്ചത് എന്ന് നിങ്ങൾക്കറിയാം. അതായത് ഇതിനകത്ത് വീണ ആത്മാക്കൾ അഗ്നിത്തടാകത്തിൽ നിന്ന് എഴുന്നേറ്റ് ചാടുമ്പോൾ, വേദന സഹിക്കാതെ പൊള്ളൽ സഹിക്കാതെ ചാടുമ്പോൾ അവരുടെ എല്ലാം ശരീരങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആത്മാവിന് ആത്മീയ അവസ്ഥയിൽ അവയെല്ലാം പഴുത്ത ചെമ്പ് തകിടുകൾ പോലെ അവരുടെ ശരീരം കാണപ്പെട്ടു എന്നാണ് ഈ ദർശനത്തിൽ പറയുന്നത്. ഇവരെല്ലാം വലിയ നിരാശയുടെ നിലവിളികൾ ഉദീരണം ചെയ്യുന്നു. ഭയങ്കരമായ നിരാശ ഈ അഗ്നിത്തടാകത്തിൽ വീണത്. കാരണം ഇനി അവിടെ നിന്ന് ഒരു നാളും മോചനമില്ല എന്നും, അതായത് നരകത്തിൽ വീണ് ഈ അഗ്നിയിൽ വീണ് അവരെന്നേക്കുമായി ഇല്ലാണ്ടായി തീരുവാണെങ്കിൽ ആ വേദന ആ നേരത്തേക്കുള്ള വേദനയുള്ളൂ. ഭൂമിയിലെ ഏത് അപകടത്തിൻ്റെയും വേദന മരണം വരെയുള്ളൂ എന്ന് നമുക്കറിയാം. പക്ഷേ നമുക്കെന്തെങ്കിലും ചിന്തിക്കാൻ പറ്റുമോ ഇങ്ങനെയൊരു അഗ്നിത്തടാകത്തിൽ നിത്യതയോളം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവസാനിക്കാത്ത ഒരു വേദനയെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുമെങ്കിൽ അതാണ് നരകം എന്നാണ് ഫാത്തിമയിലെ ഈ സഹോദരിക്ക് പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തി കൊടുത്തു. ഇവരുടെ ദർശനത്തിലും ഈ സിസ്റ്റർ ലൂസിയുടെ ദർശനത്തിലും ഉള്ള ഒരു കാര്യം, പിശാചുക്കൾ ഭീകരരൂപികളെ പോലെ ഈ കുഞ്ഞുങ്ങൾക്കും കാണപ്പെട്ടു എന്നാണ് അവിടെയും പറയുന്നത്. ഒരു ദർശനം കൂടി നരകത്തെക്കുറിച്ചുള്ളത് നമുക്ക് പഠന വിഷയമാക്കാം. അത് യുവജനങ്ങളുടെ പ്രിയ മധ്യസ്ഥനായി കരുതപ്പെടുന്ന വിശുദ്ധ ഡോൺ ബോസ്കോയുടെ, സലേഷ്യൻ സഭയുടെ സ്ഥാപകനായ വിശുദ്ധ ഡോൺ ബോസ്കോ പുണ്യവാളൻ്റെ ദർശനമാണ്. പുണ്യവാളന് കിട്ടിയ ദർശനത്തിൽ 3 തട്ടുകളുള്ള നരകത്തെയാണ് പുണ്യവാളൻ കാണുന്നത്. ഒന്നാമത്തെ തട്ടിൽ മുഴുവൻ കെണികളാണ്.
എങ്ങോട്ട് നോക്കിയാലും കുഴി, കെണി, അതിനകത്തെല്ലാം പെട്ട് മനുഷ്യൻ കുടുങ്ങിക്കിടക്കും. ഇതാണ് നരകത്തിൻ്റെ ഒന്നാം തട്ട് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അവിടെ എത്തിപ്പെടുന്ന ആരാണ് എന്ന് ദൈവം ഡോൺ ബോസ്കോയ്ക്ക് പറഞ്ഞു കൊടുത്തു. ഈ കെണിയിൽ വീഴുന്ന ആരാണ് എന്ന് ചോദിച്ചാൽ സ്വന്തം മഹത്വം അന്വേഷിച്ച് നടക്കുന്നു. ഞാൻ വലിയ പുള്ളിയാണ് എന്നുള്ള അഹന്തയിൽ, മിഥ്യാ അഭിമാനത്തിൽ അഭിരമിക്കുന്നവർ ചെന്നെത്തുന്ന ദുരന്തമാണ് ഈ ഒന്നാമത്തെ തട്ട് എന്നാണ് പുണ്യവാളനോട് ദൈവം പറഞ്ഞു കൊടുക്കുക. ഈ ഒന്നാം തട്ടിൽ അങ്ങനെയുള്ള മനുഷ്യരാണ് പോകും. രണ്ടാം തട്ട് എന്ന് പറയുന്നത്, അതിൽ വീഴുന്നത് ആര് എന്ന് ചോദിച്ചാൽ രണ്ടാം തട്ടിൽ വീഴുന്നവർ ദൈവത്തെ നിന്ദിച്ച് ജീവിക്കുന്നവരാണ്. അത് കഠിനമായ അന്ധകാരത്തിൻ്റെ സ്ഥലമാണ്. അവിടെ കഠിനമായ അന്ധകാരം മാത്രം. അവിടെ എന്താണ് ഉള്ളത് എന്ന്, അവിടുത്തെ പീഡനം എന്ത് എന്നും അറിയാൻ പറ്റാത്ത വിധത്തിലുള്ള അന്ധകാരമാണത്. വീണ്ടും മൂന്നാമത്തെ തട്ട്, അത് ഫാത്തിമയിലെ ലൂസിക്ക് മാതാവ് കൊടുത്ത ദർശനം പോലെ ഒരു അഗ്നി തടാകമായിട്ടാണ് വിശുദ്ധ ഡോൺ ബോസ്കോ കാണുക. പ്രിയപ്പെട്ടവരെ, ഈ ദർശനങ്ങളെയെല്ലാം പരിശോധിക്കുമ്പോൾ തീർച്ചയായും ഇതിൻ്റെ സൂക്ഷ്മാംശങ്ങളെക്കുറിച്ച് സഭയുടെ നിലപാട് നമ്മൾ മനസ്സിലാക്കണം. ഇത് അഗ്നി തടാകമാണ്, വെട്ടിത്തിളയ്ക്കുന്ന ലോഹം അഗ്നി പോലെയാണ് നരകം എന്നൊന്നുള്ളതിനെ സഭാപ്രബോധനമായി നമ്മൾ സ്വീകരിക്കേണ്ട. പക്ഷേ ഇവയെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സത്യമുണ്ട്. എന്താണ്? മനുഷ്യന് സങ്കല്പിക്കാനാവാത്ത ഊഹാതീതമായ ഒരു കഠോര വേദന, അത് നിത്യമായ വേദനയാണിത്. അപ്രകാരമുള്ളൊരു ദുരന്താവസ്ഥയാണ് നരകം എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ദർശനങ്ങളെല്ലാം സഭാപ്രബോധനത്തിൻ്റെ അടിസ്ഥാനത്തെ സാധൂകരിക്കുന്നുണ്ട്. എന്താണ് സഭാപ്രബോധനം? നരകം നിത്യമാണ് എന്നും നരകത്തിൽ പോയ ഒരാത്മാവിനെയും ആർക്കും ഒരു നാളും രക്ഷിക്കാനാവില്ല എന്നും. അടുത്ത കാലത്ത് കേരളത്തിൽ തന്നെ ഉണ്ടായ ചില വിഘടിത ഗ്രൂപ്പുകൾ പറയാറുണ്ട്. തിരുവിതാംകൂർ ഭാഗത്തുണ്ടായ ഒരു വിഘടിത ഗ്രൂപ്പുകാർ പറയുന്നു, അവർ നരകത്തിൽ പോയ ആത്മാക്കളെ സുവിശേഷം പ്രസംഗിച്ച് മാനസാന്തരപ്പെടുത്തി ജ്ഞാനസ്നാനം കൊടുത്ത് അവരെ സ്വർഗത്തിൽ കയറ്റിവിടും എന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. സഭയുടെ പ്രബോധനവും ഈ വിശുദ്ധാത്മാക്കളുടെ ദർശനവും വിശുദ്ധ ഗ്രന്ഥവും നമ്മെ അസന്നിഗ്ധമായി പഠിപ്പിക്കുന്നു, നരകത്തിൽ പോയ ഒരാത്മാവിനെയും ഒരു നാളും ആർക്കും രക്ഷിച്ചെടുക്കാനാവില്ല എന്ന പരമാർത്ഥമായ സത്യം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈശോ പറഞ്ഞില്ലേ, ആർക്കും വേല ചെയ്യാൻ പാടില്ലാത്ത രാത്രികാലം വരുന്നു. മത്തായി സുവിശേഷം 25-ാം അധ്യായം 31-ാം വചനം. ആകയാൽ ശപിക്കപ്പെട്ടവരെ, നിങ്ങൾ പിശാചിനും അവൻ്റെ ദൂതന്മാർക്കുമായി ഒരുക്കിയിരിക്കുന്ന നിത്യനരകാഗ്നിയിലേക്ക് പോവുക. അപ്പോൾ ഇടതുവശത്തുള്ളവർ അവനോട് കരുണയ്ക്ക് വേണ്ടി അപേക്ഷിച്ച് പ്രാർത്ഥിച്ചു, കർത്താവെ, ഞങ്ങൾ എപ്പോഴാണ് അങ്ങയെ രോഗിയായി കണ്ടത്, നഗ്നനായി കണ്ടത്, ദാഹിക്കുന്നവനും വിശക്കുന്നവനുമായി കണ്ടത്? എപ്പോഴാണ് അങ്ങയെ കാരാഗൃഹത്തിൽ കണ്ടത്? ഞങ്ങൾ എപ്പോഴാണ് അങ്ങയെ ശുശ്രൂഷിക്കാതിരുന്നത്? ശരിക്കും ഒരു അനുതാപത്തിൻ്റെ, സങ്കടത്തിൻ്റെ നിമിഷത്തിൽ തന്നെ അവരും ചോദിക്കുന്നു. പക്ഷേ ഈശോ എന്താണ് പറയുന്നത്? അവർക്ക് നിത്യനരകം എന്നുള്ള വിധിയിൽ അവിടുന്ന് മാറ്റം വരുത്തുന്നില്ല. പ്രിയ സഹോദരങ്ങളെ, അനുതപിക്കാൻ, മാനസാന്തരപ്പെടാൻ ഈ ഭൂമിയിലായിരിക്കുമ്പോഴേ തീരുമാനിക്കും. മരണശേഷം ആരോ നമുക്ക് വേണ്ടി വരും എന്ന് വിചാരിക്കരുത്. വിശുദ്ധനായ സഭാപിതാക്കന്മാരുടെ ദർശനങ്ങളുടെ പൊരുളതാണ്. ഹെബ്രായ ലേഖനം 10:28 നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, ഒരിക്കൽ പ്രകാശം സ്വീകരിച്ചവൻ എന്ന് പറഞ്ഞാൽ ഈശോയെ മാമോദീസായിലൂടെ സ്വീകരിക്കുന്നതിനെയാണ് പ്രകാശം സ്വീകരിക്കുക എന്ന് പറഞ്ഞു. അവൻ വഴിതെറ്റിയാൽ പിന്നവനെ രക്ഷിക്കാൻ മറ്റൊരു ദൈവമോ മറ്റൊരു ബലിയോ ഇല്ല എന്നറിഞ്ഞുകൊള്ളു. അതുകൊണ്ട് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ മാനസാന്തരപ്പെടുക. നരകത്തിൽ പോയ ഒരാത്മാവിനെയും ആർക്കും രക്ഷിച്ചെടുക്കാനാവില്ല എന്ന സത്യം. അതുപോലെ തന്നെ നരകത്തെക്കുറിച്ചുള്ള രണ്ടാമത്തെ സഭാപ്രബോധനം, നരകത്തിലേക്ക് ദൈവം ആരെയും മുൻകൂട്ടി നിശ്ചയിച്ചു വച്ചിട്ടില്ല.
ഇന്ന ആളുകൾ നരകത്തിലേക്ക്, ഇന്ന ആളുകൾ സ്വർഗത്തിലേക്ക്. കാൽവിൻ്റെ പ്രൊട്ടസ്റ്റൻ്റ് ദൈവശാസ്ത്രത്തിൽ പ്രീഡെസ്റ്റിനേഷൻ തിയറിയുണ്ട്. അതായത് ചിലരൊക്കെ എന്നാ കാണിച്ചാലും നരകത്തിലേ പോകുള്ളൂ, അവരെന്നാ പുണ്യം ചെയ്തിട്ടും കാര്യമില്ല, അവർ നരകത്തിൽ തന്നെയാണ്, കാരണം അവരുടെ തലവരെ അങ്ങനെയാണ് എന്ന് പറയുന്ന ഒരുതരം ഫെയ്റ്റലിസം അല്ലെങ്കിൽ വിധി എന്ന് ഭാരതീയ ചിന്തയിൽ പറയുന്നൊരാശയമുണ്ട്. കത്തോലിക്ക കാഴ്ചപ്പാടിൽ അതില്ല, സഭയുടെയോ വിശുദ്ധ ബൈബിളിൻ്റെയോ കാഴ്ചപ്പാടിൽ അതില്ല. എന്താണ്? ആരെയും ദൈവം നരകത്തിന് വേണ്ടി നീക്കി വെച്ചിട്ടില്ല. നരകത്തിലെ വിറകുള്ളിയാകേണ്ട ഒരു ജന്മവും ഈ ഭൂമിയിലില്ല. ദൈവം സകല മനുഷ്യരെയും സൃഷ്ടിച്ചത് ദൈവത്തിൽ, സ്വർഗത്തിൽ എത്തിച്ചേരുക എന്ന പരമലക്ഷ്യത്തോടെയാണ്. അതുകൊണ്ട് നരകത്തെക്കുറിച്ചുള്ള ദർശനത്തിൽ പ്രിയപ്പെട്ടവരെ ഓർക്കുക, ദൈവം വിധിച്ചതിൻ്റെ ഫലമായല്ല ആരും നരകത്തിൽ പോവുക, മറിച്ച് നാം ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെയാണ് നമ്മളെ വിധിച്ചിരിക്കുക. പാപത്തിന് സ്വയം നശിപ്പിക്കാനുള്ള കഴിവുണ്ട്. പാപത്തിന്, സിൻ ഈസ് സെൽഫ് ഡിസ്ട്രക്റ്റീവ് എന്നുള്ളത് വിശുദ്ധ ബൈബിളിൻ്റെ ഒരു വലിയ കാഴ്ചപ്പാടാണ്. പാപം ചെയ്യുന്ന മനുഷ്യൻ അതിൽ തന്നെ നശിക്കുന്നു. ഉപ്പ് തിന്നവന് പരവേശം ഉണ്ടാകുന്നു, ആസിഡ് കുടിച്ചവൻ്റെ വായ പൊള്ളിപ്പോകും, വിഷം കുടിച്ചവൻ മരണത്തെ നേരിടേണ്ടി വരുന്നു. ഇതൊന്നും പുറമേ നിന്നുള്ള ശിക്ഷകളല്ല. ഉപ്പിൻ്റെ സ്വഭാവമാണ് പരവേശം, ആസിഡിൻ്റെ സ്വഭാവമാണ് പൊള്ളിക്കൽ, അതുപോലെ വിഷത്തിൻ്റെ സ്വഭാവമാണ് മരണം എന്ന് നമ്മൾ മനസ്സിലാക്കും. എന്നതുപോലെ ഓരോ പാപവും മനുഷ്യനെ നരകത്തിൻ്റെ കവാടത്തിലേക്ക് തള്ളി നീക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം മനുഷ്യനോട് കരുണയില്ലാതെ ക്രൂരമായി വിധിച്ച് അവനെ കയ്യും കാലും കെട്ടി നരകത്തിലെറിഞ്ഞതാണ് എന്നല്ല നമ്മൾ ധരിക്കേണ്ടത്. മറിച്ച് ജീവിതത്തിലുടനീളം ദൈവത്തിനെതിരായി, ദൈവവരപ്രസാദത്തിന് വിരുദ്ധമായി, ദൈവിക കാരുണ്യത്തെ നിഷേധിച്ചുകൊണ്ട് നാം നടത്തിയ പ്രവൃത്തികളാണ് നമ്മളെ അവസാനം നരകത്തിലെത്തിച്ചത് എന്ന തിരിച്ചറിവാണ്. അതുകൊണ്ട് നരകം ദൈവകാരുണ്യത്തിൻ്റെ നിഷേധമല്ല, ദൈവകാരുണ്യത്തോടുള്ള മനുഷ്യൻ്റെ നിരന്തരമായ നിഷേധം അവനെ സ്വാഭാവികമായി കൊണ്ടുചെന്നെത്തിക്കുന്ന പരമദുരന്തത്തിൻ്റെ ഭൂമികയാണ് നരകം എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ നരകത്തെക്കുറിച്ചുള്ള സഭാപ്രബോധനത്തെ ശരിയായ അർത്ഥത്തിൽ സ്വീകരിക്കുക മാത്രമല്ല, നരകത്തിൻ്റെ വഴികളിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള ദൃഢപ്രതിജ്ഞ കൂടി ഓരോ വിശ്വാസിയും ജീവിതത്തിൽ ഒരിക്കലല്ല ഓരോ ദിനവും പുതുക്കേണ്ട പ്രതിജ്ഞയാണ് എന്നോർക്കുകയും ചെയ്യുക. ദൈവം അനുഗ്രഹിക്കട്ടെ.